ഹലോ. അങ്ങനെ കുറേ ദിവസത്തെ ബ്രേക്കിന് ശേഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടയ്ക്കിങ്ങനെ മുങ്ങും പൊങ്ങൊക്കെ ചെയ്യുന്നത് നമ്മുടെ ചാനൽ കണ്ടിട്ടുള്ളവർക്ക് പരിചയമുള്ള കാര്യമായിരിക്കുമല്ലോ. അപ്പോൾ അങ്ങനെ ഒരു ബ്രേക്കിന് ശേഷം വീണ്ടും വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ ഇപ്പോഴെങ്ങും ഷൂട്ട് ചെയ്തിട്ടുള്ളതല്ല. നമ്മൾ ലാസ്റ്റ് പോസ്റ്റ് ചെയ്ത വീഡിയോയിലെ ആ വീഡിയോയ്ക്ക് തൊട്ട് മുന്നേ എന്ന് വെച്ച് കഴിഞ്ഞാൽ 1-2 ദിവസത്തിന് മുന്നേ എടുത്തു വെച്ച വീഡിയോ ആണിത്. എൻഡ് റിസൾട്ട് കോളായി കഴിയുമ്പോൾ അത് പോസ്റ്റ് ചെയ്യാൻ തോന്നില്ലല്ലോ. പക്ഷേ പിന്നീട് ഈ വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ പ്രോസസ്സ് വളരെ സൂതിങ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. കാണുമ്പോൾ ഒരു പ്രത്യേക രസമുള്ളതായിട്ട് തോന്നി. ഇങ്ങനെ ആ കളേഴ്സ് ഇങ്ങനെ സ്പ്രെഡ് ആവുന്നത് കാണുമ്പോൾ ഇപ്പോൾ ചെയ്തിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടിഷ്യൂ പേപ്പേഴ്സ് കൊണ്ട് കുറച്ച് ഫ്ലവേഴ്സ് ഇങ്ങനെ ചെയ്തിട്ട് അതിൻ്റെ മീതെ വാട്ടർ കളർ കൊണ്ട് ഇങ്ങനെ പെയിൻറ്റ് ചെയ്തിരിക്കുകയാണ്. ഇത് പക്ഷേ ചെയ്തത് കുറച്ച് മഴയുള്ളൊരു സമയത്താണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല തണുപ്പായതുകൊണ്ട് ഈ ഒരു സംഭവം ഉണങ്ങി കിട്ടിയില്ല. പ്രോപ്പറായിട്ട് ഉണങ്ങാതിരുന്നത് കൊണ്ട് അത് ആ പേജിൽ ഇങ്ങനെ ഒരു ഭംഗിയില്ലാത്ത രീതിയിലാണ് കുറേ സമയം എടുത്തിട്ട് കുറച്ചധികം ദിവസങ്ങളൊക്കെ എടുത്തിട്ട് ഉണങ്ങിയത്. അപ്പോഴേക്കും അതിൻ്റെ കളറൊക്കെ ഫെയ്ഡ് ആയതുപോലെ ഉണ്ടായിരുന്നു കാണാനായിട്ട്. ഇനി നിങ്ങൾ ആരെങ്കിലും ഇത് ചെയ്യാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ കുറച്ച് പശയും അതുപോലെ ടിഷ്യൂ പേപ്പറും ഉണ്ടെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് ചെയ്തെടുക്കാം. ഒരു ഫ്ലവറിൻ്റെ ഷേപ്പിൽ ഇങ്ങനെ റോസ് ഫ്ലവറിൻ്റെ ഷേപ്പിൽ ഇതുപോലെ ഇങ്ങനെ വളച്ചെടുത്തിട്ട് ഒട്ടിച്ച് വെച്ചാൽ മതി. പിന്നെ ലീഫിൻ്റെ ഷേപ്പിലൊക്കെ കട്ട് ചെയ്ത് കുറച്ച് ടിഷ്യൂ പേപ്പേഴ്സ് ഒട്ടിക്കുക. ഇങ്ങനെ പൊങ്ങിയിരിക്കുന്ന ഒരു ടെക്സ്ചേർഡ് ഇഫക്റ്റ് കിട്ടുമ്പോൾ അതിനൊരു ഭംഗിയൊക്കെ ഉണ്ടാവും. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കണം കേട്ടോ, നന്നായിട്ട് ഉണക്കാൻ പറ്റുന്ന സാഹചര്യം അല്ലാന്നുണ്ടെങ്കിൽ ഇതൊന്നും ചെയ്യരുത്. അപ്പോൾ എന്തായാലും വീഡിയോ ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.